നമസ്കാരം, ഞാൻ അച്ഛനാണ്. പിന്നെ നമുക്ക് ഇന്നലത്തെ പ്രോഗ്രാമൊക്കെ വളരെ ഇഷ്ടമായി എനിക്ക്. അച്ഛനെന്ന നിലയ്ക്ക് എനിക്ക് നല്ല സന്തോഷമായിരുന്നു. പിന്നെ നമ്മുടെ ടീച്ചറിൻ്റെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും എല്ലാം വളരെ ഇഷ്ടപ്പെട്ടു, പ്രശംസിക്കുന്നു. പിന്നെ വെക്കേൻ്റെ മാനേജ്മെൻറ്റ്, ടീച്ചർ, അവിടുത്തെ ആയമാർ എല്ലായിടത്തും ഞാൻ വീണ്ടും വീണ്ടും നന്ദി പറയുന്നു. ഞങ്ങളമ്മ അടുത്ത വർഷം ആ സ്കൂളിലില്ലല്ലോ, വേറെ സ്കൂളിലോട്ട് പോകാൻ പോവുകയാണ്. പക്ഷെ അവൻ്റെ ഇന്നലത്തെ പരിപാടികളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവിടുത്തെ കുട്ടികളുടെ ഡാൻസും ഒരുപാട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അവനിപ്പോൾ ഒരുപാട് നേരത്തെയൊക്കെ സ്റ്റേജിലേക്ക് കയറാൻ ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. ഇപ്പം പ്രശ്നമില്ല. ആ ഒറ്റയ്ക്കാണ് ഇന്നലെ ഡാൻസ് കളിച്ചതും. പിന്നെ നല്ല കൂട്ടുകാരോടൊപ്പം ഉണ്ടായിരുന്നു, അതും കളിച്ചു. അതും വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനെ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചതെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ സ്റ്റേജിൽ കയറാനൊക്കെ ആദ്യം നല്ല പേടിയുണ്ടായിരുന്നു, ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല. ഇതെല്ലാം അവിടെ നിന്ന് പഠിച്ചതിന് ശേഷമാണ് എല്ലാം സംഭവിച്ചത്. പിന്നെ ഇംഗ്ലീഷ് എനിക്കത് സംസാരിക്കാൻ അറിഞ്ഞൂടാ. എൻ്റെ മോൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം അവിടെ വന്നതിന് ശേഷമാണ് സംസാരിക്കുന്നതായാലും അവൻ്റെ എഴുതുന്ന രീതിയായാലും. എനിക്കെന്താ അതുപോലെ ഒന്നും എഴുതാൻ എനിക്കിപ്പോഴും അറിഞ്ഞൂടാ. അവൻ എഴുതാൻ വായിക്കാൻ പോലും എനിക്കിപ്പോൾ അറിയാൻ പറ്റില്ല, അങ്ങനത്തെ കണ്ടീഷനിലാണ് അവൻ എഴുതുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനെ മറ്റേ നമ്മൾ ഓരോ വലിയ വലിയ ആൾക്കാരുണ്ട് എഴുതുന്നത്, അതുപോലെയാണ് എഴുതുന്നത്. അതെല്ലാം ഈ സ്കൂളിൽ വന്നതിന് ശേഷമാണ്. ഇനി അടുത്ത വർഷം ഇല്ല എന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ. പക്ഷെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ തന്നെ പഠിപ്പിച്ചേനെ. എന്ത് ചെയ്യും, അവിടെ ഇല്ല. അതുകൊണ്ട് വേറെ എങ്കിലും ഇതുപോലെ നല്ല സ്കൂൾ കിട്ടുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ നമ്മളെ കയ്യിൽ നിൽക്കുന്ന പൈസയിൽ വേറെ പൈസ കൊടുത്താൽ കിട്ടുമായിരിക്കാം. പക്ഷെ ഞാൻ ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ളതിൽ എനിക്ക് തോന്നിയിട്ടത് ഈ സ്കൂളാണ് നല്ലതെന്ന് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് അടുത്ത വർഷം ഞാൻ വേറെ എങ്കിലും സ്കൂൾ നോക്കും. പിന്നെ എൻ്റെ മോളെ അടുത്ത വർഷം അങ്ങോട്ട് ആക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവളെ ഇതുപോലെ നല്ലതായിട്ട് പഠിപ്പിച്ചെടുക്കണം നമ്മളെല്ലാവരും കൂടെ. പിന്നെ സന്തോഷമുണ്ട്, വളരെ സന്തോഷം. ശരി, താങ്ക്സ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമുണ്ട് മാം. കാരണം ഇതിന്റെ പുറകെ ഉള്ള എഫേർട്ട് എത്രയാണെന്ന് നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറമാണെന്നറിയാം. ഒരുപാട് സന്തോഷമുണ്ട്. അമ്മയാണ്. മോൻ 7 വർഷം സ്കൂളിൽ പഠിച്ചിട്ട് ഇത് ആദ്യമായിട്ടാണ് അവൻ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യുന്നത്. ഇതുവരെ ഒരു ആനുവൽ ഡേക്ക് പോലും അവൻ സ്റ്റേജിൽ കയറിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെ സ്റ്റേജിൽ കയറി ഡാൻസ് ചെയ്യുന്നതും ഓരോ പെർഫോമൻസ് ചെയ്യുന്നതും ഇതാദ്യമായിട്ടാണ്. രണ്ടുപേരും നന്നായിട്ട് ചെയ്തു. പക്ഷേ കാര്യങ്ങൾ മാറ്റുന്നതിലാണ് ഏറ്റവും വലിയ വിഷമം എന്നുള്ളത്. ഇനി വേറെ സ്കൂളിൽ പോലെ ഇതുപോലെ ഒന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാം. കേട്ടില്ലേ, ഞങ്ങളുടെ പേരൻസ് ഞങ്ങൾക്ക് അയക്കുന്ന മെസ്സേജസ് ആണ്. So what prompted these parents to send such messages to such a small school? ഞങ്ങളുടെ സ്കൂൾ ചെറിയ സ്കൂളാണ്. സോ എന്താണ് നമ്മുടെ സ്കൂളിൽ ഡിഫറെന്റ്? ഞങ്ങളുടെ കുട്ടികൾ എങ്ങനെ ഡിഫറെന്റ് ആവുന്നു? The story starts with me. I'm Shalini, the managing director for Tavish Leora Central School. One of the best schools and one of the best colleges il പഠിച്ച ഒരാളാണ് ഞാൻ. And then I got a job. The first comment ഞാൻ എന്നെ പറ്റി കേൾക്കുന്നത്, സാരി ക്ലാഡ്, ഗുഡ് ഫോർ നത്തിങ്, മലയാളി ഗേൾ. മലയാളിയായി ഒന്നിനും കൊള്ളാത്ത ഒരു കുട്ടി. സോ നമ്മളെ പറ്റി ഒരാൾ അങ്ങനെ പറയുമ്പോൾ തളർന്നു പോവാതെ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, നല്ലതാണ് പറയുന്നതെങ്കിൽ അതിലും നല്ലതാവാൻ ശ്രമിക്കുക. എന്തെങ്കിലും നമ്മളെ പറ്റി മോശമാണ് പറയുന്നതിൽ എന്തുകൊണ്ട് ഒരാൾക്ക് നമ്മളോട് അങ്ങനെ പെരുമാറാനോ പറയാനോ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ റീസൺ നമ്മൾ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും എന്നെ പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ചിന്തിച്ചപ്പോഴാണ്, ചുറ്റുമുള്ളത് ഒബ്സർവ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, കുറച്ചൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുമെന്നല്ലാതെ ഒരു സ്കില്ലുമില്ല. നമ്മൾ ഇത്രയും വർഷം പഠിച്ചു എന്ന് പറഞ്ഞാലും ഒരു ജോലിയിൽ എക്സൽ ചെയ്യേണ്ട, ജോലിയിൽ മുന്നോട്ട് വരേണ്ട ഒരു തരത്തിലുള്ള സ്കില്ലും എനിക്കില്ലായിരുന്നു. പല സ്കൂളുകളിൽ നിന്നും അല്ലെങ്കിൽ വലിയ സ്കൂളുകളിൽ നിന്നുമൊക്കെ വരുന്ന കുട്ടികളുടെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഒരു സ്കില്ലും ഇല്ല. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, ഒരാളുടെ മുന്നിൽ നന്നായിട്ട് സംസാരിക്കാൻ അറിയില്ല, കമ്പ്യൂട്ടറിൽ ഒന്നും ചെയ്യാൻ അറിയില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ.
മേ ബി ബിസിനസിനെ പറ്റി അറിയില്ല. ഞാൻ ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അവിടെ എന്തൊക്കെ വേണമെന്നറിയില്ല. സോ ദെൻ ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് ആൻഡ് ദെൻ ദാറ്റ് ഓൾസോ ഗോട്ട് മീ തിങ്കിങ്. ഞാൻ അങ്ങനെയാണെങ്കിൽ എന്നെപ്പോലെ എത്രയോ കുട്ടികളുണ്ടാവും. സോ ഞാൻ എന്തൊക്കെ എന്റെ ലൈഫിൽ പഠിച്ചു തുടങ്ങിയോ അതെല്ലാം ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ആൻഡ് ദെൻ ഐ റിയലൈസ് ദാറ്റ് ഇതിനൊന്നും ഒരു കാര്യമില്ല. കാരണം ബേസ് പഠിച്ചിട്ട് വന്നിരിക്കുന്നതേ മോശമാണ്. എന്തുകൊണ്ട് നമ്മുടെ ടീച്ചേഴ്സ് ഇന്നോവേറ്റ് ചെയ്യുന്നില്ല? ഇതുവരെ ഇത്രയും കാലം പഠിച്ച അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ. പക്ഷെ വേറെ വി ആർ ഇൻ എൻ ഏജ് ഓഫ് സ്പേസ് ട്രാവൽ, വി ആർ ഇൻ എൻ ഏജ് ഓഫ് AI, സ്കിൽ ഡെവലപ്മെന്റ് ചില സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. ആൻഡ് ദെൻ ഇൻ 2019 വി സ്റ്റാർട്ടഡ് ദ സ്കൂൾ. BKN സെൻട്രൽ സ്കൂൾ എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്ത സ്കൂൾ later got renamed to Tavish Leora Central School. And then immediately Corona struck us. Corona തുടങ്ങി. And then we had to close down our school. Every class happened online. Online ഉള്ള കുട്ടികൾ എല്ലാവരും പല സ്കൂളുകളിലോട്ട്. After Corona, we only had very less students here. And then the struggle started. പക്ഷെ we never have compromised. Even if there were only 2 children in a class, ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല in the quality. And then some students who came from വേറെ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളെ പഠിപ്പിക്കാൻ പോലും പറ്റാത്ത തരത്തിലായിരുന്നു. who were not able to read, write and all. ഇത്രയും കാലം ഒരു സ്കൂളിൽ പഠിച്ചിട്ട് സ്വന്തം പേര് പോലും എഴുതാൻ അറിയില്ല എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്. പക്ഷെ we have struggled. Every teacher in the school, my principal, every staff have worked so hard to learn. അവര് നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. To teach our children the best. So ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവർ എൻജോയ് ചെയ്ത്, they love their studies, they can speak very well, they are not afraid of the stage. അവർക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം. And then we are now trying to build these skills. ഞങ്ങൾ അവർക്ക് ഓരോ സ്കിൽ ഡെവലപ്മെന്റ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദെൻ ദിസ് ആനുവൽ ഡേ ഹാപ്പൻ. ഞങ്ങളുടെ കുട്ടികൾക്ക് എന്ത് പരിപാടിയാണ്, എന്ത് ഡ്രസ്സ് എടുക്കണം ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അവരെ പ്രാക്ടീസ് ചെയ്യിക്കുന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. എവറിഥിങ് വാസ് ഡൺ ഹിയർ. എവറിഥിങ് വാസ് ഡൺ ഹിയർ. ഞങ്ങളുടെ ടീച്ചേഴ്സ് ഡിഡ് എവറിഥിങ്. So the parents were surprised with the annual day. That was the reason why നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറെ messages. So now I am standing here to talk about our annual day, how we achieved. ഞങ്ങളുടെ annual day എങ്ങനെയായിരുന്നു? So we had all the script, everything ready. Our children were practicing and all, and we thought that എല്ലാ വർഷവും ഞങ്ങൾ കുട്ടികളുടെ കയ്യിലുള്ള ഡ്രസ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് annual dayക്ക്. So that parents don't have to spend much. പക്ഷേ ഈ വർഷം we thought we will order clothes, and then we ordered clothes from one online portal. Our teachers placed all the orders, and one teacher got before 2 weeks of our annual day, one teacher got her dress. 9 dress order ചെയ്ത സ്ഥലത്ത് we got only 1 costume, and then 9 dressന്റെ amount was also mentioned. How can we pay and then take and then wait for the other dresses to come? That never arrived as well. Then a rush started. Our teachers went to all the textiles in Trivandrum, and then we started buying clothes for our children, and then we got all the dresses. There's a textile near our school, Sindhu Textiles. So they agreed to stitch around 30-35 odd dresses within 2 weeks. And then one day before the event, we received the news that ഞങ്ങൾ കൊടുത്തിരുന്ന ഡ്രസ്സിൽ 9 ഡ്രസ്സ് തയ്ക്കാനായിട്ട് പറ്റില്ല. വാട്ട് ടു ഡു? ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഇവന്റിന്. മൈ ടീച്ചേഴ്സ് were like, it's okay ma'am, let's buy something. But നമ്മൾ വിഷ്വലൈസ് ചെയ്തതിൽ this was what we wanted. We said, let's not compromise. Let's find out. ദൈവം എവിടെയോ ഒരു വാതില്, God has got a door for us. Let's knock it. എവിടെയോ ഉണ്ട്. So God is within you. So നമ്മുടെ ഉള്ളിലാണ് ദൈവം. അപ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കണം. ആ വഴി നമ്മൾ കണ്ടുപിടിക്കണം. So I started asking lot of people, ആർക്കെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? And then one cousin's husband, he agreed to stitch those 9 clothes within 1 day. രാത്രി മുഴുവൻ ഇരുന്ന് he and his tailor stitched those 9 dresses for us. So much blessed we were. They had the best day. We had the best day. And our parents were surprised. And നമ്മുടെ കുട്ടികൾ
എത്ര നല്ല കുട്ടികളാണ്. വി ഹാവ് ഗ്രൂം ദം റിയലി വെൽ. വി ഫൈൻഡ് ഓരോ ദിവസവും എവ്രിബഡി ഈസ് ഇൻ സെർച്ച് ഓഫ് വാട്ട് കെൻ വി ടീച്ച് ദം ടുഡേ മാം. വാട്ട് എവറി ഡേ മൈ ടീച്ചേഴ്സ് വുഡ് ആസ്ക് ഹൗ കെൻ വി മേക്ക് ഇറ്റ് മോർ ഫണ്ണിയർ മാം. നമുക്കിനി എന്ത് ചെയ്യാം? ഹൗ കെൻ വി ടീച്ച് ദിസ് ഡിഫറെന്റ്ലി? വി ഹാവ് ഡൺ റിയൽ വെൽ. നിങ്ങളെല്ലാം ഒരുപാട് ഷെയർ ചെയ്യാറില്ലേ, ഒരുപാട് സബ്സ്ക്രൈബ് ചെയ്യാറില്ലേ? ഞങ്ങളുടെ സ്കൂളിലെ ആനുവൽ ഡേ പ്രോഗ്രാമിന്റെ വീഡിയോസ് പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ലെറ്റ്സ് സീ ഞങ്ങൾക്ക് ചെയ്യാനുള്ള ഫിനാൻസ് മേ ബി കോർപ്പറേറ്റ് ലൈക്ക് യൂട്യൂബ് വിൽ ഗിവ്. വേറെ ആരുടെയും സഹായമില്ലാതെ ഒരു സ്കൂളിൽ ഇത്രയും കാലം റൺ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ വി ആർ ഗ്രോയിങ് ആൻഡ് ദെൻ വി വാണ്ട് ദീസ് ചിൽഡ്രൻ ടു ഗെറ്റ് ദ ബെസ്റ്റ്. സോ ഹെൽപ്പ് us. Hope you liked our story. Never give up in life and never compromise. Always do service. നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അത് സർവീസ് ആയിട്ട് ചെയ്യുക. വേറൊരാളെ സഹായിക്കാൻ എന്ന മനസ്സോടുകൂടി ചെയ്യുക. ആൻഡ് എവറിഥിങ് ദാറ്റ് യു ടച്ച് വിൽ ടേൺ ഇൻ ടു ഗോൾഡ്. ആൻഡ് our children had made us proud. Hats of teachers, hats of everybody, the Be Good event managing team who came just for us. ഞങ്ങളുടെ ചെറിയ സ്കൂൾ ആണെങ്കിൽ പോലും they always come to help us to make the best, give the best to our children. Our recording studio, Muralidharan sir, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്ത് തന്നു. And then our camera crew, Ashwati, Vinu, all of them, and our teachers, everybody, thank you so much. It takes a village to raise a child. ഒരു കുട്ടിയെ റേസ് ചെയ്യാൻ ഒരു വില്ലേജ് വേണം. ഇതൊരു സമൂഹം തന്നെ ഒന്നിച്ചു വന്നിട്ട് ഒരു സ്കൂളിന് ഇത്ര താങ്ങായിട്ട് നിൽക്കുന്ന. വി ആർ ബ്ലെസ്ഡ്, വി ആർ താങ്ക്ഫുൾ, വി ആർ ഗ്രേറ്റ്ഫുൾ. ഹെൽപ്പ് us, സപ്പോർട്ട് us in our growth. നമ്മുടെ സ്കൂൾ വലുതാവട്ടെ, ഇവിടെയുള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കിട്ടട്ടെ. Why should anybody compromise on quality in education?